ഹായ് കൂട്ടുകാരെ, ഞാൻ അനു. ഇന്ന് വിക്രമാദിത്യ കഥകളിലെ 19ാമത്തെ കഥയായ ജീമൂത വാഹകൻ എന്ന കഥയാണ് പറയാൻ പോകുന്നത്. പിന്നെയും പിടിച്ചു കെട്ടിക്കൊണ്ട് വരുമ്പോൾ വേതാളം പറഞ്ഞ കഥ ജീമൂത വാഹകൻ്റേതായിരുന്നു. ജീമൂത വാഹകൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് നാടുകളിൽ ചുറ്റിത്തിരിയാൻ വളരെ താല്പര്യമുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പ്രകൃതി രമണീയമായ ഒരു വനപ്രദേശത്തെത്തി. ആ വനത്തിൽ ധാരാളം സർപ്പങ്ങളുണ്ടായിരുന്നു. ഒരു ഗരുഡൻ ദിവസവും വന്ന് 100 കണക്കിന് സർപ്പങ്ങളെ കൊത്തിക്കൊല്ലുകയും ഒന്നിനെ മാത്രം തിന്നുകയും ചെയ്തു വന്നു. സർപ്പങ്ങൾക്ക് പൊറുതിമുട്ടി. അവ ഒത്തുചേർന്ന് ഗരുഡൻ്റെ അടുക്കൽ ഒരു നിവേദനം കൊടുത്തു. ഊഴമനുസരിച്ച് തങ്ങളിൽ ഒരെണ്ണം ദിവസേന ഗരുഡൻ്റെ ആഹാരമാകാമെന്നും മറ്റുള്ളവരെ അനാവശ്യമായി കൊല്ലരുതെന്നും ആയിരുന്നു അവരുടെ അഭ്യർത്ഥന. ഗരുഡൻ അവരുടെ കരാറ് സമ്മതിച്ചു. അന്ന് ഗരുഡൻ്റെ ഭക്ഷണമാകേണ്ട പാമ്പിൻ്റെ അമ്മ നിലവിളിക്കുന്നത് കേട്ട് ജീമൂത വാഹകൻ അങ്ങോട്ട് പോയി വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ഏകപുത്രനെ പിരിയുന്നതിലുള്ള സങ്കടമായിരുന്നു ആ നാഗമാതാവിൻ്റെ വിലാപത്തിന് കാരണം. സഹജീവികളോട് സ്നേഹമുള്ള ജീമൂത വാഹകൻ പാമ്പിന് പകരം അന്ന് ഗരുഡൻ്റെ ഭക്ഷണമാകാൻ സ്വയമേ തീരുമാനിച്ചു. ഗരുഡൻ വന്നു ചോദിച്ചപ്പോൾ ജീമൂത വാഹകൻ തന്നെ തിന്നുകൊള്ളുവാൻ അനുവാദം കൊടുത്തു. ഈ സമസൃഷ്ടി സ്നേഹത്തിൽ സന്തുഷ്ടനായ ഗരുഡൻ ജീമൂത വാഹകനെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ അപേക്ഷയനുസരിച്ച് മേലാൽ പാമ്പുകളെ കൊല്ലുകയില്ലെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. വേതാളം ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഗരുഡൻ്റെ പ്രവൃത്തിയാണോ അതോ രാജാവിൻ്റെ പ്രവൃത്തിയാണോ പ്രശംസ അർഹിക്കുന്നത്? വിക്രമാദിത്യ മഹാരാജാവ് മറുപടി പറഞ്ഞു. വിശേഷ ബുദ്ധിയില്ലാത്ത ഗരുഡൻ്റെ ധർമ്മചിന്തയാണ് പ്രശംസനീയം. വേതാളം വീണ്ടും കെട്ടഴിഞ്ഞോടി മുരുക്കുമരത്തിൽ കയറി തൂങ്ങിക്കിടന്ന് ചാഞ്ചാട്ടം ആരംഭിച്ചു. അപ്പോൾ കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? വിക്രമാദിത്യ കഥകളുമായി നാളെ വരുന്നത് വരെ ബൈ.